ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു പ്ലസ് ലൈൻ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 അക്കൗണ്ടൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത സ്റ്റുഡൻസ് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾ എക്സാമിന് ആവശ്യമായിട്ടുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെയും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ചാപ്റ്റർ വൈസ് വീഡിയോസും ലൈവ് ക്ലാസ്സുകളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നതിനുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുകയും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്യുമ്പോൾ നേരെ വീഡിയോയിലേക്ക്. +1 അക്കൗണ്ടൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 25 ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷനും അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ മീനിങ്ങും നന്നായിട്ട് പഠിച്ചു വച്ചിരിക്കണം. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിങ്. അതായത് അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, അക്കൗണ്ടിങ്ങിന്റെ മേന്മകൾ എന്തെല്ലാമാണ്, അക്കൗണ്ടിങ്ങിന്റെ പോരായ്മകൾ എന്തെല്ലാമാണെന്നും നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് എന്തെല്ലാമാണ്, അക്കൗണ്ടിങ് ഇൻഫർമേഷന്റെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നും നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കുക. ഓക്കെ. നെക്സ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പഠിക്കേണ്ടത് അക്കൗണ്ടിങ് കോൺസെപ്റ്റുകളാണ്. അക്കൗണ്ടിങ് കോൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ് എല്ലാം വളരെ നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ. നെക്സ്റ്റ് തേർഡ് ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഫസ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ അക്കൗണ്ടിംഗ് ഇക്വേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഗിവൺ ട്രാൻസാക്ഷൻ. ഒരു ട്രാൻസാക്ഷൻ തന്നിട്ട് അതിനെ അടിസ്ഥാനമാക്കി അക്കൗണ്ടിംഗ് ഇക്വേഷൻ പ്രിപ്പയർ ചെയ്യാൻ ഉറപ്പായിട്ടും ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തൊരു എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഓക്കെ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പറേഷൻ ഓഫ് ജേണൽ, ലെഡ്ജർ ആൻഡ് ട്രയൽ ബാലൻസ്. ജേണൽ പ്രിപ്പയർ ചെയ്യാൻ നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാനും ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനും നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ജേണൽ ആൻഡ് ലെഡ്ജർ. ജേണലും ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണെന്നും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ. നെക്സ്റ്റ് ഫോർത്ത് ചാപ്റ്റർ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് സെക്കൻഡ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 3 ക്വസ്റ്റ്യൻസ് ആണ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ക്യാഷ് ബുക്ക് ആൻഡ് ടൈപ്സ് ഓഫ് ക്യാഷ് ബുക്ക് ആൻഡ് ഓൾസോ പ്രിപ്പറേഷൻ ഓഫ് ഡബിൾ കോളം ക്യാഷ് ബുക്ക്. എന്താണ് ക്യാഷ് ബുക്ക് എന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ക്യാഷ് ബുക്ക് ടൈപ്സ് ഏതൊക്കെയാണ് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഡബിൾ കോളം ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനും നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് പെറ്റി ക്യാഷ് ബുക്ക്, അഡ്വാൻറ്റേജസ് ആൻഡ് പ്രിപ്പറേഷൻ ഓഫ് പെറ്റി ക്യാഷ് ബുക്ക്. എന്താണ് പെറ്റി ക്യാഷ് ബുക്ക് എന്ന് നന്നായിട്ട് പഠിച്ചിരിക്കണം. പെറ്റി ക്യാഷ് ബുക്കിന്റെ മേന്മകൾ എന്തെല്ലാമെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പെറ്റി ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യാനും നന്നായിട്ടും പഠിച്ചിരിക്കേണ്ടതാണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ ഡേ ബുക്ക്. ഡേ ബുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് പർച്ചേസ് ഡേ ബുക്ക്, അതുപോലെ തന്നെ സെയിൽസ് ഡേ ബുക്ക്, പർച്ചേസ് റിട്ടേൺ ഡേ ബുക്ക്, സെയിൽസ് റിട്ടേൺ ഡേ ബുക്ക് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നന്നായിട്ട് പഠിച്ചിരിക്കണം. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുക. ഓക്കെ. നെക്സ്റ്റ് ഫിഫ്ത് ചാപ്റ്റർ ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രാധാന്യം എന്തെല്ലാമാണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് പ്രിപ്പറേഷൻ ഓഫ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാനും അറിഞ്ഞിരിക്കണം. എന്താണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ്, ബാങ്ക് റീകൺസിലേഷന്റെ ഇമ്പോർട്ടന്റ് എന്താണ്, അതുപോലെ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാനും പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ. നെക്സ്റ്റ് സിക്സ്ത് ചാപ്റ്റർ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ട്രയൽ ബാലൻസ് ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. എന്താണ് ട്രയൽ ബാലൻസ് എന്നും ട്രയൽ ബാലൻസിന്റെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നും നന്നായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, അക്കൗണ്ടിംഗ് എറേഴ്സ്. അക്കൗണ്ടിംഗ് എറേഴ്സിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ അതും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. നെക്സ്റ്റ് സെവൻത് ചാപ്റ്റർ ഡിപ്രിസിയേഷൻ. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെത്തേഡ് ഓഫ് കാൽക്കുലേറ്റിംഗ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അതായത് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് വരുന്നുണ്ട്, അതുപോലെ റിട്ടേൺ ഡൗൺ മെത്തേഡ് വരുന്നുണ്ട്. ഈ 2 മെത്തേഡ്സ് നന്നായിട്ട് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡും റിട്ടേൺ ഡൗൺ മെത്തേഡിന്റെയും ഡിഫറൻസ്, വ്യത്യാസങ്ങൾ എന്തെല്ലാമാണെന്നും വിശദമായി അറിഞ്ഞിരിക്കേണ്ടതാണ്.
നെക്സ്റ്റ്, ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ്സ് ആൻഡ് പ്രൊവിഷൻസ്. എന്താണ് റിസർവ്, എന്താണ് പ്രൊവിഷൻസ് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അവ തമ്മിലുള്ള വ്യത്യാസങ്ങളും നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് 8th ചാപ്റ്റർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഫസ്റ്റ്. ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള ലക്ഷ്യം എന്താണെന്ന് നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും നന്നായിട്ടും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് 9th ചാപ്റ്റർ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന ചോദ്യം, പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനും നന്നായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് +1 അക്കൗണ്ടൻസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമാണെങ്കിൽ ചൂടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ വാട്സ്ആപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിൽ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് നോട്ട്സ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ വിവേക് വിജയൻ സൈനിങ് ഔട്ട്. ഓക്കെ, താങ്ക് യു.